വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കെ ഹോംസ് പദ്ധതിക്ക് അനുവാദം നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസ്. ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടെത്തി ടൂറിസം രംഗത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ആദ്യഘട്ടം കൊണ്ടുവരും. ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം. ബജറ്റ് പാസ്സായാൽ ഉടൻ പദ്ധതി തുടങ്ങുമെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. പ്രധാനപ്പെട്ടതും ജനങ്ങൾ പൊതുവെ അറിയാൻ താല്പര്യപ്പെടുന്നതുമായ ഒരു ചോദ്യമാണിത് സാർ. ബഡ്ജറ്റിൽ കെ ഹോംസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സംസാരിച്ചതിന് ശേഷം പലരും വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സാർ. കേരള ടൂറിസത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്കറിയാം ഹോസ്പിറ്റാലിറ്റി ശൃംഖലയുടെ വിപുലീകരണമാണ്. ഇത് കണ്ടുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കെ ഹോംസ് എന്ന പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുകയാണ്. ഈ ആൾതാമസമില്ലാത്ത ഒഴിഞ്ഞ വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം വീടുകളിൽ ആളുകൾക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഹോംലി ഫുഡ് അടക്കമുള്ള സൗകര്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രത്യേക ബുക്കിംഗ് സൗകര്യം അടക്കം ആലോചിക്കുന്നുണ്ട്. ഇത് ബജറ്റ് പാസ്സായാൽ ഉടൻ തന്നെ അത് സംബന്ധിച്ച പരിശോധനയിലേക്ക് കിടക്കും എന്നുള്ളതാണ് സഭയെ ഞാൻ ഈ വേളയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്.